റമദാൻ വരവായി പല വീടുകളും നനച്ചുകുളിയുടെ തിരക്കിലാണ്. ജനൽ കമ്പികൾ മുതൽ അടുക്കളയിലെ കടുക് പാത്രം വരെ തിളങ്ങണം. ആ തിളക്കത്തിന്റെ പിറകിലും ഒരു പെണ്ണിന്റെ നടുവൊടിയുന്ന അധ്വാനമുണ്ട്. ആരും കാണാത്ത, ആരും ശമ്പളം നിശ്ചയിച്ചിട്ടില്ലാത്ത, നോമ്പ് വരുന്നതിന് മുന്നേ അവൾ നടത്തുന്ന ഒരു പോരാട്ടം. പലപ്പോഴും ഈ കഷ്ടപ്പാടിന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഇതൊന്നും വൃത്തിയായില്ലല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ എല്ലാം ചെയ്തു കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അവഗണന. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, വീട്ടുകാരെ, നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആ തുടച്ചു മാറ്റിവെച്ച കുപ്പികളും തിളങ്ങുന്ന ഫാനുകളും കട്ടിലുകളും ജനവാതിലുകളും വെറുതെ തിളങ്ങിയതല്ല. അവളുടെ വിരലുകൾ വേദനിച്ചും നടുവൊടിച്ചും ഉണ്ടാക്കിയെടുത്ത വൃത്തിയാണ്. നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയത എവിടെയാണ് പൂർണ്ണമാകുന്നത്? പ്രിയപ്പെട്ട സഹോദരി, ആര് കണ്ടില്ലെങ്കിലും പടച്ച റബ്ബ് നിന്റെ ഓരോ തുള്ളി വിയർപ്പും കാണുന്നുണ്ട്. റമദാനെ വരവേൽക്കാൻ നീ വീട് വൃത്തിയാക്കുന്നത് ഒരു ഇബാദത്താണ്. ഭർത്താവോ വീട്ടുകാരോ കാണുന്നില്ലെന്ന് കരുതി നീ വിഷമിക്കരുത്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സേവനം നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നിന്റെ ക്ഷമയാണ് നിന്റെ ഏറ്റവും വലിയ കരുത്ത്. നനച്ചുകുളിയിൽ ഏർപ്പെട്ട എല്ലാ സഹോദരിമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ റമദാൻ മാസത്തിൽ വീട് വൃത്തിയാക്കുന്നതോടുകൂടെ നമ്മുടെ ഹൃദയം നമുക്ക് വൃത്തിയാക്കാം. കൂടെയുള്ളവരുടെ അധ്വാനത്തെ വിലമതിക്കാൻ പഠിക്കാം. സ്നേഹമുള്ളൊരു വാക്ക് അതായിരിക്കട്ടെ ഈ നോമ്പ് കാലത്ത് അവൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.